അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത നായരുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. അഹമ്മദാബാദിൽ നിന്ന് ഡൽഹി വഴി ഇന്ന് രാവിലെ 7 മണിക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം 11 മണിക്ക് പുല്ലാട് SVHSൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം മൃതസംസ്കാരം നടത്തി. സഹോദരൻ രതീഷും ബന്ധു ഉണ്ണികൃഷ്ണനും അഹമ്മദാബാദിലെത്തി DNA സാമ്പിൾ നൽകിയിരുന്നു. പിന്നീട് അമ്മയുടെ DNA സാമ്പിളും ശേഖരിച്ചു. ഒടുവിൽ ഇന്നലെ രാവിലെയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞുവെന്ന് വിവരം ബന്ധുക്കൾക്ക് ലഭിച്ചത്. പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലും പൊതുദർശനത്തിന് മൃതദേഹം വെച്ചിരുന്നു. രഞ്ജിത ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയാണ്. ഇന്നത്തെ ക്രമീകരണങ്ങൾ തീരുമാനിക്കാൻ കലക്ടറുടെ അധ്യക്ഷതയിൽ പോലീസ്, പഞ്ചായത്ത് എന്നിവരുടെ യോഗം തിരുവല്ല RTO ഓഫീസിൽ ഇന്നലെ ചേർന്നിരുന്നു. അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽപ്പെട്ട് 10 ദിവസത്തിനു ശേഷമാണ് രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞത്. ആദരമർപ്പിക്കാൻ എത്തുന്നവർ പൊതുദർശന സമയത്ത് എത്താൻ ശ്രമിക്കണമെന്നും സംസ്കാര ചടങ്ങിന്റെ സമയത്ത് വീട്ടിൽ കുടുംബാംഗങ്ങൾക്കും കരയോഗ അംഗങ്ങൾക്കും മാത്രമേ പ്രവേശനമുണ്ടാകുകയുള്ളൂ എന്നും പോലീസ് അറിയിച്ചിരുന്നു. അതേസമയം അഹമ്മദാബാദിലുണ്ടായ വിമാനാപകടം അത്യന്തം ദുഃഖകരമാണെന്ന് മന്ത്രി V. വാസവൻ പറഞ്ഞു. അപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ ബന്ധുക്കളുടെ വിഷമത്തിലും താൻ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. അത്യന്തം വേദനാജനകമായ സംഭവമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാനാപകടവും അതിനെ തുടർന്ന് ആ വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി മുഴുവൻ യാത്രക്കാരും മരണപ്പെടുകയും ചെയ്ത സാഹചര്യം. നമ്മുടെ നാട് ഏറ്റവും നടുക്കത്തോടു കൂടിയാണ് ആ വാർത്ത കേട്ടത്. ഇന്നും അതിന്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ നാട് വിട്ടുമാറി. നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായ ആ ദുരന്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു രഞ്ജിത. ഏറെ വേദനയോടെ ദുഃഖത്തോടെ രഞ്ജിതയ്ക്ക് എല്ലാവിധ ആദരാഞ്ജലിയും അർപ്പിക്കുന്നു. ഈ വിഷമത്തിൽ, ഈ നാടിന്റെ ദുഃഖത്തിൽ സംസ്ഥാന ഗവൺമെന്റും പങ്കുചേരുന്നു.